മാർച്ച് മാസം എൻഡോമെട്രിയോസിസ് അവയർനെസ് മാസമായിട്ടാണ് നമ്മൾ ആചരിക്കുന്നത്. എന്താണ് എൻഡോമെട്രിയോസിസ് എന്നറിയുന്നതിന് മുമ്പ് എന്താണ് എൻഡോമെട്രിയം എന്ന് നമ്മൾ അറിയണം. ഗർഭപാത്രം അഥവാ യൂട്രസിന്റെ ഉള്ളിലുള്ള തൊലി അഥവാ ലൈനിങ്ങിനെയാണ് നമ്മൾ എൻഡോമെട്രിയം എന്ന് പറയുന്നത്. ആ ലൈനിങ് സാധാരണയായി ഒരു ഹെൽത്തി സ്ത്രീക്ക് യൂട്രസിന് ഉള്ളിൽ മാത്രമേ കണ്ടുവരുന്നുള്ളൂ. അത് മറ്റ് പല സ്ഥലങ്ങളിലും, അതായത് അതിരിക്കാൻ ഉദ്ദേശിക്കാത്ത സ്ഥലങ്ങളിൽ, ഫോർ എക്സാമ്പിൾ അണ്ഡാശയം അഥവാ ഓവറി, ട്യൂബ്, ബവൽ അഥവാ ഇൻഡസ്റ്റൈൻസ്, ബ്രെയിൻസ്, ലങ്സ് തുടങ്ങി ഏതെങ്കിലും അപരസ്ഥാനങ്ങളിൽ ഇരിക്കുകയാണെങ്കിൽ അതുകൊണ്ട് വരുന്ന സിംറ്റംസിനെയാണ് നമ്മൾ എൻഡോമെട്രിയോസിസ് എന്ന് പറയുന്നത്. എന്താണ് എൻഡോമെട്രിയോസിന്റെ സിംറ്റംസ്? എൻഡോമെട്രിയോസിസ് ഒരു ജീവന അപകടം ഉണ്ടാക്കുന്ന ഒരു അസുഖമല്ല, പക്ഷെ ഇത് വളരെ ക്രോണിക് ആയിട്ട് വരുന്ന ഒരു അസുഖമാണ്. അതായത് വളരെ കാലം നീണ്ടു നിൽക്കുന്ന ഒരു അസുഖമാണ്. സാധാരണയായി മെൻസസ് തുടങ്ങുന്ന സമയം മുതൽ മെൻസസ് അവസാനിക്കുന്ന സമയമോ അതിനപ്പുറം വരെയോ ഇത് കണ്ടുവരാവുന്നതാണ്. എന്തൊക്കെയാണ് സിംറ്റംസ്? വേദനയോടുകൂടിയ ആർത്തവം, അതായത് വേദന, ഡിസ്മെനോറിയ എന്ന് പറയും. ഇത് മാസക്കുളി തുടങ്ങുന്നതിന് മുമ്പ് തന്നെ തുടങ്ങാം ചിലർക്ക്, അത് നീണ്ടു പോകാം. പിന്നെ ആ മാസക്കുളി ഇല്ലാത്ത സമയത്തും ഈ വേദന വരാം. അതോടൊപ്പം വേദനയോടുകൂടിയ സെക്ഷൽ ഇന്റർകോഴ്സ് അഥവാ ഡിസ്പെരോണിയ, കൂടാതെ ക്രോണിക് പെൽവിക് പെയിൻ, വളരെ അധികം സമയം വയറുവേദന വരിക, ഇടുപ്പിന്റെ ഭാഗത്തൊക്കെ വേദന വരിക, അങ്ങനെയുള്ളവർക്ക് വേദന വരാം. ഇത് കൂടാതെ മലം പാസ് ചെയ്യുമ്പോൾ ഉള്ള വേദന അഥവാ ഡിസ്കേസിയ, മൂത്രം ഒഴിക്കുമ്പോൾ വരുന്ന വേദന, യൂറിയ തുടങ്ങിയ ലക്ഷണങ്ങളും അത് ഏത് സ്ഥാനത്തെയാണ് ബാധിക്കുന്നത് എന്നനുസരിച്ച് ഇരിക്കും. വളരെ കോമൺ ആയി കാണുന്നത് ഓവറിയിലായതുകൊണ്ട് തന്നെ ഓവറി അഥവാ യൂട്രസുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള സിംറ്റംസ് ആണ് കൂടുതൽ പേർക്കും കണ്ടുവരുന്നത്. മറ്റു ഭാഗങ്ങളിൽ ഇത് അത്രയധികം കാണപ്പെടാത്തത് കൊണ്ട് തന്നെ ആ സിംറ്റംസ് കുറവായിരിക്കും. ഇതിനെക്കുറിച്ചുള്ള ഒരു മിത്ത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻഡോമെട്രിയോസിസ് വന്നു കഴിഞ്ഞാൽ വേദനയാണ് ഉള്ളത് എന്ന് മാത്രമാണ് വിചാരിക്കുന്നത്. ചില ആൾക്കാർ സ്കൂളിലൊക്കെ പോവാതിരിക്കും, മാസക്കുളിയുടെ സമയത്തുള്ള വേദന അമ്മമാരും മറ്റുള്ളവരും പറഞ്ഞു കൊടുക്കും. മാസക്കുളിയുടെ സമയത്ത് വേദന വരുന്നത് നോർമലാണ്, അത് കുഴപ്പമില്ല എന്ന് പറഞ്ഞു കൊടുക്കും. എല്ലാ വേദനയും അങ്ങനെ നിസ്സാരമായി തള്ളിക്കളയരുത്. പ്രത്യേകിച്ചും ഫാമിലി ഹിസ്റ്ററി ഓഫ് ഇൻഫെർട്ടിലിറ്റി, ഫാമിലി ഹിസ്റ്ററി ഓഫ് എൻഡോമെട്രിയോസിസ് അടുത്ത ബന്ധുക്കൾക്ക് ആർക്കെങ്കിലും ഇതേ സിംറ്റംസ് ഉണ്ടെങ്കിൽ അത് തീർച്ചയായും തള്ളിക്കളയരുത്. അത് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തിട്ട് എൻഡോമെട്രിയോസിന്റെ തുടക്കമാണോ എന്നുള്ളത് കണ്ടുപിടിക്കണം. കൂടാതെ ചില ആൾക്കാർ ഇൻഫെർട്ടിലിറ്റി ആയിട്ടും പ്രസന്റ് ചെയ്യാം. ഇൻഫെർട്ടിലിറ്റി ആയി പ്രസന്റ് ചെയ്യുന്ന ആൾക്കാരിൽ ഒരു നല്ല വിഭാഗത്തിന് എൻഡോമെട്രിയോസിസ് ഉണ്ട് എന്ന് കണ്ടുവരുന്നുണ്ട്. ഇത് മറ്റു സ്ഥാനങ്ങളിൽ വരികയാണെന്നുള്ള സിംറ്റംസ് ഞാൻ പറഞ്ഞല്ലോ. ചില ആൾക്കാർക്ക് കാറ്റമേനിയൽ ന്യൂമോതെറാക്സ് എന്നൊക്കെ പറയും. മെൻസസിന്റെ സമയത്ത് ലങ്സിൽ വെള്ളം കെട്ടി നിൽക്കുന്ന അസുഖം വരും. ഇതെങ്ങനെയാണ് വരുന്നത്? ഈ എൻഡോമെട്രിയം എന്ന് പറയുന്ന യൂട്രസിന്റെ ഉള്ളിലത്തെ ലൈനിങ് ഹോർമോണുകൾക്ക് റെസ്പോണ്ട് ചെയ്യുന്ന ഒരു ലൈനിങ് ആണ്. അപ്പോൾ അത് എവിടെ ഇരുന്നാലും, ശരീരത്തിന്റെ ഏത് ഭാഗത്ത് അതിരുന്നാലും ആ ലൈനിങ് ഈസ്ട്രോജൻ പ്രൊജസ്ട്രോണിലെ മാസത്തിൽ വരുന്ന വ്യത്യാസങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കുകയും ഗർഭപാത്രത്തിൽ നിന്ന് എൻഡോമെട്രിയം പുറത്തേക്ക് പോകുന്നത് പോലെ തന്നെ, ആർത്തവ രക്തത്തിന്റെ കൂടെ പോകുന്നത് പോലെ തന്നെ ഈ ഇരിക്കുന്ന സ്ഥാനങ്ങളിലെല്ലാം രക്തം പുറത്തേക്ക് വരുന്ന ഒരു സംഗതി നടക്കുകയും ചെയ്യുന്നു. അതിനുശേഷം അതിലെ രക്തത്തിലെ ഫ്ലൂയിഡ് പാർട്ട് അബ്സോർബ് ചെയ്ത് വരുന്ന ശേഷവും രക്തം കട്ടിപിടിച്ച പോലെ നിൽക്കുന്നതിനെയാണ് എൻഡോമെട്രിയോമ എന്ന് പറയുന്നത്. അത് ഓവറിയിലാവുമ്പോൾ ഇതുകൊണ്ട് എന്ത് വരുന്നു വെച്ച് കഴിഞ്ഞാൽ അടുത്തുള്ള അവയവങ്ങളെല്ലാം തമ്മിൽ ഒട്ടിപ്പിടിക്കും. സിവിയർ ആയിട്ടുള്ള കണ്ടീഷൻസിലെ കുടലും മറ്റ് അവയവങ്ങളും ഒക്കെ ഇവിടെ ഒട്ടിപ്പിടിക്കാൻ സാധ്യതയുണ്ട്. ട്യൂബിൽ ബ്ലോക്ക് വരാൻ സാധ്യതയുണ്ട്. അങ്ങനെ ഇൻഫെർട്ടിലിറ്റി വരാനുള്ള സാധ്യതയുണ്ട്. ഇത് കൂടാതെ തന്നെ അടുത്ത മിത്ത് എന്ന് പറയുന്നത് എൻഡോമെട്രിയോസിന്റെ സിവിയറിറ്റി അനുസരിച്ചാണ് പെയിൻ വരുന്നതെന്നാണ്. അങ്ങനെയല്ല, വളരെ കുറച്ചു പേർക്ക് എൻഡോമെട്രിയോസിസ് നമ്മൾ കണ്ടുപിടിക്കാതെ പോയേക്കാം. സിവിയറിറ്റിയും പെയിനും തമ്മിൽ ഒരു കോറിലേഷൻ പറയാൻ പറ്റില്ല. എൻഡോമെട്രിയോസിസ് എങ്ങനെയാണ് ഡയഗ്നോസ് ചെയ്യുന്നത്? ഒവേറിയൻ എൻഡോമെട്രിയോസിസ് അഥവാ എൻഡോമെട്രിയോമ ചോക്ലേറ്റ് സിസ്റ്റ് എന്നറിയപ്പെടുന്നു. കാരണം ചോക്ലേറ്റ് പോലെ ഇരിക്കും ഈ ബ്ലഡ് കളക്ട് ചെയ്ത് വന്നിരിക്കുന്നത്. ബ്രൗൺ കളറിലായിട്ടും ചോക്ലേറ്റി മെറ്റീരിയൽ ആയിട്ടായിരിക്കും ഇരിക്കുക. അപ്പോൾ ഡയഗ്നോസ് ചെയ്യുന്നത് എൻഡോമെട്രിയോമ അഥവാ ഒവേറിയൻ എൻഡോമെട്രിയോസിസ് ഉണ്ടെങ്കിൽ നമുക്ക് സ്കാനിൽ കണ്ടുപിടിക്കാൻ പറ്റും. മറ്റതെല്ലാം നമ്മൾ എക്സാമിനേഷൻ ചെയ്യുമ്പോൾ ചില പ്രത്യേക ഫൈൻഡിങ്സ് ഉണ്ടാവും. അല്ലെങ്കിൽ സ്കാൻ ചെയ്യുമ്പോൾ ഒട്ടിപ്പിടിക്കുന്നതിൻ്റെതായ ലക്ഷണങ്ങൾ, ഓവറി അടുത്തിരിക്കുക, ഓവർ യൂട്രസിനോട് ചേർന്ന് ഒട്ടിപ്പിടിച്ചിരിക്കുക തുടങ്ങിയ ചില ക്ലൂസ് കിട്ടും എന്നല്ലാതെ ഡെഫിനിറ്റീവ് ഡയഗ്നോസിസ് നമ്മൾ
ലാപ്രോസ്കോപ്പിയാണ്. അത് ഡയഗ്നോസിസ് ആയിട്ടും ട്രീറ്റ്മെന്റ് ആയിട്ടും ഉപയോഗിക്കാം. ഈ ലീഷൻസ് ഉണ്ടെങ്കിൽ കരിച്ചു കളയാനും ഒട്ടിപ്പിടുത്തം ഉണ്ടെങ്കിൽ അത് വിടിവിച്ച് ഫ്രീ ആക്കാനും എൻഡോമെട്രിയോമ എടുത്തു കളയാനും അതേ അവസരത്തിൽ തന്നെ ലാപ്രോസ്കോപ്പി തന്നെ ഉപയോഗിക്കാവുന്നതാണ്. പിന്നെ ഇനി അടുത്തത് എന്താ നോക്കുക, ഇൻഫെർട്ടിലിറ്റി ആണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള ട്രീറ്റ്മെന്റ്, പെയിൻ ആണെന്നുണ്ടെങ്കിൽ പെയിൻ കൺട്രോൾ ചെയ്യാനുള്ള ട്രീറ്റ്മെന്റ്. അങ്ങനെ രോഗിയുടെ ആവശ്യവും അവരുടെ റീപ്രൊഡക്റ്റീവ് നീഡ്സും അനുസരിച്ചാണ് നമ്മൾ ട്രീറ്റ്മെന്റ് ചെയ്യുന്നത്. പെയിൻ മാത്രമാണെന്നുണ്ടെങ്കിൽ പെയിൻ കുറയ്ക്കാനുള്ള ഗുളികൾ, പലതരത്തിലുള്ള ഗുളികൾ ലഭ്യമാണ്. ഡൈനോജസ്റ്റ് പോലുള്ള ഗുളികൾ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്, ഇലഗോളിക്സ് പോലുള്ള ഗുളികൾ എല്ലാം നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് പെയിൻ കുറയ്ക്കാൻ വേണ്ടിയിട്ട്. ഇതെല്ലാം ഹോർമോണുകളെ അഫക്റ്റ് ചെയ്തിട്ട് പെയിനെ കുറയ്ക്കും എന്നല്ലാതെ എൻഡോമെട്രിയോസിസ് ആസ് സച്ച് ട്രീറ്റ്മെന്റ് ഒന്നുമില്ല. എൻഡോമെട്രിയോസിന് ട്രീറ്റ്മെന്റ് ഹിസ്റ്റക്ടമി ചെയ്താൽ എൻഡോമെട്രിയോസിസ് കുറയും എന്ന് പറയാറുണ്ട്. ഹിസ്റ്റക്ടമി ചെയ്തിട്ട് ഹോർമോണുകൾ കുറയില്ലല്ലോ, ഓവറിൽ നിന്നല്ലേ ഹോർമോൺ വരുന്നത്. അതുകൊണ്ട് തന്നെ ഹിസ്റ്റക്ടമി ഇതിനൊരു പരിഹാരമല്ല. അതായത് ഗർഭപാത്രം നീക്കം ചെയ്തുകൊണ്ട് മാത്രം എൻഡോമെട്രിയോസിസ് പരിഹരിക്കാൻ കഴിയുകയില്ല. ഓവറിയിൽ നിന്നുള്ള ഹോർമോണുകളാണ് ഇതിൽ കോസ് വരുന്നത്. അതുകൊണ്ട് ഓവറിയാണ് അതിനെ റിമൂവ് ചെയ്യേണ്ടി വരിക. ഇത് കൂടാതെ എൻഡോമെട്രിയോമ മാത്രമായി നീക്കം ചെയ്യാം. പക്ഷെ ഇത് റെക്കറന്റ്, വീണ്ടും വരുന്ന ഒരു അസുഖമാണ്. ക്രോണിക്, വളരെ കാലം നീണ്ടു നിൽക്കുന്ന ഒരു അസുഖമാണ്. ഇത് ഒരിക്കലും കംപ്ലീറ്റ് ആയിട്ട് ക്യൂറബിൾ ആയിട്ടുള്ള ഒരു അസുഖമല്ല. ഇത് ട്രീറ്റ് ചെയ്ത് സിംറ്റമാറ്റിക്കലി റിലീഫ് ഉണ്ടാക്കാൻ പറ്റും എന്ന് മാത്രമേ ഉള്ളൂ. ആൻഡ് ഡയറക്റ്റ് ടുവേർഡ്സ് ദ എന്താണ് പേഷ്യന്റിന്റെ നീഡ് എന്നനുസരിച്ചിട്ട് അതിന്റെ ട്രീറ്റ്മെന്റ് ഡയറക്റ്റ് ചെയ്യാവുന്നതാണ്. ഇത് ഇപ്പോൾ ഇതിനെപ്പറ്റി പറഞ്ഞു വരുന്നത് ഇറ്റ് ഈസ് എ ക്രോണിക് ഇൻഫ്ലമേറ്ററി സ്റ്റേറ്റ് എന്നാണ് പറയുന്നത്. അതായത് വീക്കം പോലെയുള്ള ഒരു അവസ്ഥ എന്ന് നമുക്ക് മലയാളത്തിൽ പറയാം. അതുകൊണ്ട് തന്നെ ട്രീറ്റ് ചെയ്യാൻ പാടാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ കോസ്, എങ്ങനെയാണ് ഈ ടിഷ്യൂ മറ്റു സ്ഥാനങ്ങളിൽ പോയി ഇരിക്കുന്നത് എന്നതിനെക്കുറിച്ച് കറക്റ്റ് ആയിട്ടുള്ളൊരു നിഗമനത്തിലെത്താൻ ഇതുവരെ ശാസ്ത്രത്തിന് കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് വളരെ ബുദ്ധിമുട്ടുള്ള ട്രീറ്റ്മെൻ്റ് ആണ്. അപ്പോൾ എൻഡോമെട്രിയോസിസിനെ കുറിച്ച് അറിവുണ്ടാവുക, ഇതിന് വേണ്ട ട്രീറ്റ്മെൻറ്റ് കറക്റ്റായിട്ട് എടുക്കാൻ നോക്കുക എന്നുള്ളതാണ് അതിന് ചെയ്യാവുന്ന കാര്യം. മെനോപോസിന് ശേഷവും വളരെ കുറഞ്ഞൊരു ശതമാനം ആൾക്കാർക്ക് വളരെ കുറഞ്ഞ അളവിൽ ശരീരത്തിൽ ഈസ്ട്രജൻ ഉള്ളത് കൊണ്ട് തന്നെ ഇതിന്റെ സിംറ്റംസ് തുടർന്നും ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. പ്രഗ്നൻസി അല്ലെങ്കിൽ മെനോപോസ് കൊണ്ട് മാത്രം എൻഡോമെട്രിയോസിസ് ട്രീറ്റ് ചെയ്യാം എന്ന് പറയുന്നതും ഒരു മിത്താണ്. അതിന്റെ ആ സിംറ്റംസ് കുറച്ചു നാളത്തേക്ക് കുറയും എന്നല്ലാതെ കംപ്ലീറ്റ് ആയിട്ട് അത് ക്യൂർ ചെയ്യാൻ പറ്റില്ല.